ഒരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ. കർത്താവിന്റെ പുണ്യനാമം മഹത്വപ്പെടട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ കൂട്ടി വരുത്തിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കടന്നിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചില നിലവിളികളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. വേദപുസ്തകത്തിൽ ധാരാളം നിലവിളികളുണ്ട്. വഴിയരികിൽ നിന്ന് വിളിച്ച ഭർത്തിമായുടെ നിലവിളി, അതേ കുഷ്ഠരോഗികളുടെ നിലവിളി, പലവിധമാകുന്ന നിലവിളികൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പരിചയമുള്ളൊരു വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യം വായിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാമത് വചനം. അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് നിലയ്ക്കുന്നു. നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഒരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. അങ്ങ് അടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുക, ഇടപെടുകയും ചെയ്യും. ഹൃദയങ്ങളെ ഒന്ന് തൊട്ടുണർത്തി ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിക്കണം. അങ്ങ് അടിയങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ കുറിച്ച് ഉള്ള പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം പലതരത്തിൽ നമ്മെ ദിശ തിരിച്ചു വിടുന്ന പ്രതിസന്ധികളുണ്ട്. അതിൻ്റെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ഒരുക്കമാണ്. ഒരു കാര്യം പ്രിയ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ ചില അനർത്ഥങ്ങളെ കുറിച്ച്, പ്രതികൂലങ്ങളെ കുറിച്ച് ദൈവം തന്നെ കാണിച്ചു. മുന്നമേ അറിയിക്കുന്ന വിഷയങ്ങൾക്കെല്ലാം വിടുതലുണ്ട്. പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട്. സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ തന്നെ സമർപ്പിച്ച്, പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ, തന്റെ കുറവുകളേക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു പാസ്റ്ററുടെ ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ ദൈവം ശക്തീകരിക്കും. നമ്മെ ദൈവം വിടുവിക്കുമ്പോൾ നമ്മിലൂടെ അനേകർ വിടുവിക്കപ്പെടുവാനിടയായി. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയ സഹോദരൻ പെൻഷനാകുന്നതിന് മുമ്പേ ശത്രു തന്നെ തകർത്ത് കളയുമെന്ന് വ്യക്തിപരമായി വാദിച്ചത്. തന്നെ തകർത്ത് കളയത്തക്കവണ്ണം, തന്റെ ജീവനെ എടുത്തു കളയത്തക്കവണ്ണമുള്ള അപകടം വരുത്തി. പക്ഷെ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. ഞാൻ ആ സഹോദരൻ പറഞ്ഞു, പെൻഷനായി കഴിയുമ്പോൾ പൂർണ്ണം കർത്താവിന്റെ വേലയ്ക്കാണ്ട് ഓടേണ്ടുന്ന ആളാണ്. ആ ഒരു അനുഭവത്തിലേക്ക് വരാതെ അല്പം ഉഴപ്പി. പക്ഷെ ഇപ്പോ ഈ ദിവസങ്ങളില് താല്പര്യത്തോടെ ദൈവത്തിന്റെ വേല ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം വിടുവിച്ചത്. നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം ഓടുക. ചിലർക്ക് ചോദിച്ചേക്കാം, എല്ലാ ദിവസവും വൈകിട്ട് ആ ഭവനത്തിൽ ഏത് വീട്ടിൽ കൂട്ടായ്മ ഉണ്ടെങ്കിലും ഓടി വരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആ വ്യക്തിക്ക് ഇങ്ങനെ വന്നോ? അങ്ങനെ ഓടിയത് കൊണ്ടാണ് ജീവനെ നിലനിർത്തിയത്. അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാം. നമ്മളെല്ലാവരും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. കർത്താവിന് വേണ്ടി ഓടിയത് കൊണ്ട്, കർത്താവിന് വേണ്ടി കൊടുത്തത് കൊണ്ട്, കർത്താവിന് വേണ്ടി അധ്വാനിച്ചത് കൊണ്ട്, നമ്മുടെ സമയം ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു എന്നല്ല. പിന്നെയോ ജീവനോടെ നിർത്തിയത് ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. ശത്രു വീഴുവാൻ തക്കവണ്ണം തള്ളിയെങ്കിലും കർത്താവ് എന്നെ താങ്ങുകയാൽ ഉണർന്നിരിക്കും. അതാണ് ദൈവത്തിന്റെ വിടുതൽ. നമ്മുടെ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ ആദിമാതാപിതാക്കളായ
കയീന്റെയും ഹാബേലിന്റെയും ആദാമിന്റെയും ഹവ്വയുടെയും 2 മക്കളാ കയീനും ഹാബേലും. രണ്ടുപേരും ആരാധനയ്ക്കായിട്ട് കടന്നുപോയി, വയലിലേക്ക് പോയി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. യേശു കർത്താവ് വിതയ്ക്കുന്ന ഉപമ പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ് ഈ ഉപമയുടെ പൊരുളൊന്ന് തിരിച്ചു തരണമേ. കർത്താവ് പറഞ്ഞു, വയൽ ലോകം, വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, കൊയ്യുന്നത് ദൂതന്മാരാണ്. അപ്പൊ കർത്താവിന്റെ ദൂതന്മാർ കൊയ്യുന്ന വയലിൽ വിതയ്ക്കുവാൻ കർത്താവ് ശക്തനാണ്. പക്ഷെ ലോകമാകുന്ന വയലിലേക്ക് കയീനും ഹാബേലും കൂടെ പോയി അവിടെ വയലിൽ വച്ച് സ്വന്തം സഹോദരനെ കൊന്നു. ദൈവം കയീനോട് ചോദിക്കുക, നിന്റെ സഹോദരൻ എവിടെ? കർത്താവ് കയീനോട് ചോദിച്ചതുപോലെ നമ്മോടും ചോദിക്കുക, നമ്മുടെ ഇടത്തും വലത്തും നിന്ന് ആരാധിച്ചവർ എവിടെ? നമ്മോടൊപ്പം കൈ താലത്തിൽ മുക്കിയവർ എവിടെ? നമ്മോടൊപ്പം ദൈവത്തെ ആരാധിച്ചവർ എവിടെ? നമ്മോടൊപ്പം പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചവർ എവിടെ? നമ്മുടെ തലമുറകൾ എവിടെ? നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ? ഇന്ന് പകൽ നമ്മോട് ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠത. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ദൈവം വിടുവിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ നന്മയ്ക്കെതിരെ ആര് പ്രവർത്തിച്ചാലും സ്വർഗത്തിലെ ദൈവം നോക്കിയിരിക്കുന്ന ദൈവമല്ല. നമ്മൾ അറിയാത്ത പല മണ്ഡലങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരു ഭവനത്തിൽ, ഒരു പഴയ പച്ചക്കല്ല് കെട്ടിയ ഭവനത്തിന്റെ ഫ്രണ്ടിൽ 2 മുറി വാർത്തു വെക്കുവാൻ ഞാൻ പ്രാർത്ഥിച്ച് കല്ലിടുമ്പോ ദൈവം എന്നോട് പറഞ്ഞു, സ്വന്തം സഹോദരങ്ങൾക്ക് ഇതിനകത്ത് അസൂയമുണ്ട്. ആ വീട്ടുകാരോട് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചു, കർത്താവേ തക്ക സമയത്ത് അത് പൂർത്തീകരിക്കപ്പെടാൻ. ആ വീട്ടുടയവന്റെ കയ്യിൽ നിന്ന് തടി തരാമെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുപോയ കാശ് ആ തടിയും കൊടുത്തില്ല, ആ പൈസയും കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്റെ വീട് പണിത ശേഷം അവന്റെ വീട് പണിതാൽ മതി. ദൈവത്തിന്റെ ന്യായവിധി ആ കുടുംബത്തിനകത്തേക്ക് അയച്ചു. ദൈവമക്കളുടെ നന്മയെ തടയുന്ന ഒരു വ്യക്തിയെയും ദൈവം വെറുതെ വിടുന്ന ദൈവമല്ല. നമ്മൾ ഓർക്കണം. പലപ്പോഴും ഞാൻ ഇതുവരെ ആ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ആർക്കും എതിരായി പ്രാർത്ഥിക്കരുത്, ഒരു വ്യക്തിക്ക് എതിരായി പ്രാർത്ഥിക്കരുത്. അവിടെ മാനസാന്തരത്തിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാം. നമ്മെ വേദനിപ്പിക്കുന്ന, നമുക്കെതിരെ ദോഷം ചെയ്യുന്ന വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഒന്നുകിൽ ആ വ്യക്തി മാനസാന്തരപ്പെടും, അല്ലെങ്കിൽ ദേശം ദൈവം ചെയ്യാനുള്ള ചെയ്തോളൂ. അപകടങ്ങളും അനർത്ഥങ്ങളും കുടുംബത്തിനകത്ത് വരുമ്പോൾ ഓർക്കണം, ദൈവമക്കളുടെ ഏതോ നന്മയ്ക്കെതിരെ ആ വ്യക്തി കരം വെച്ചുവെന്ന്. ഈ ഭവനം പ്രദർശിക്കപ്പെട്ടു, സന്തോഷത്തോടെ അവർ പാർക്കുന്നു. എന്നിട്ട് ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവവചനം നന്മയെ തടയുവാൻ ഉലകത്തിൽ ആരെയും ദൈവം അനുവദിക്കുകയില്ല. നമുക്ക് ലഭിക്കുന്നതിന്റെ ഓഹരി ദശാംശം കർത്താവിന്റെ വേലയ്ക്ക് മാറ്റിയ ശേഷം ബാക്കി കൊണ്ട് നമ്മൾ അധ്വാനിക്കുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, അത് ദൈവനാമത്തിന് കൂടെ വേർതിരിക്കപ്പെട്ടത് ദൈവത്തിലെത്തുമ്പോൾ അത് ദൈവം കണക്ക് ചോദിക്കും. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇല്ലായ്മയിൽ നിന്ന് ദൈവനാമത്തിന് വേണ്ടി ചെലവിടുന്ന ധാരാളം പേരുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് ഞെരുക്കത്തിലായിരിക്കുമ്പോഴും കർത്താവിന് വേണ്ടി കൈ തുറന്ന് സഹായിക്കുന്നവരുണ്ട്. പാവപ്പെട്ടവരെ കരുതുന്നവരുണ്ട്. ഇതൊക്കെ ദൈവം കുറിച്ചു വെച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ.
നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ദർശിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കയീൻ വയലിൽ പോയി ചെയ്തത് തന്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ല. പക്ഷെ ദൈവം കണക്ക് ചോദിക്കുക, നിന്റെ സഹോദരൻ എവിടെ? അപ്പോ കയീന്റെ മറുപടി നമ്മൾ പറയുന്ന പോലെ തർക്കുത്തരം പോലെയാ. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. ഒരു വ്യക്തി ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയി എന്ന് തോന്നിയാൽ, വചനം വിട്ടുപോയി എന്ന് തോന്നിയാൽ, അവരെ ഉപദേശിച്ച് ദൈവത്തിന്റെ വഴികളിലേക്ക് നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. നമുക്ക് അവരെ നേരെയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ അഭിഷക്തന്മാരോട് പറഞ്ഞവരെ ഉപദേശിക്കുവാനും അവരെ നേർവഴിക്ക് നടത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവരാജ്യത്ത് നിന്ന് അകന്നു പോകുവാനായിട്ട് പാടില്ല. ഞാൻ ചിലരെയൊക്കെ ശരിക്കും വഴക്ക് പറയാറുണ്ട്, വായ്പ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയാമോ? ഒന്നോ രണ്ടോ വട്ടം സ്നേഹത്തോടെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ശാസിക്കാനും ചിലപ്പോ നിർബന്ധം വരാറുണ്ട്. അതവിടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ അനുഭവിക്കേണ്ട നന്മ നഷ്ടപ്പെട്ടു പോകരുത്. മനുഷ്യൻ പുറമേയുള്ളത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെയും വിചാരങ്ങളെയും അറിയുന്നതാണ് നമ്മുടെ ദൈവം. നമ്മൾ ഏത് മനോഭാവത്തോടെയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്? നമ്മൾ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്ത എന്താണ്? ഇന്ന് പകൽ പ്രാഗൽഭ്യമായി നമുക്കൊന്നും പറയാനില്ല, അല്ലെ? ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ദൈവസന്നിധി വീഴ്ത്തിയിട്ട് ചില വാക്കുകൾ പറഞ്ഞാൽ മതി. ഒരുപക്ഷെ പറയാൻ വാക്കുകൾ ഇല്ലെങ്കിലും നിങ്ങളുടെ ഞരക്കം പോലും അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ നമ്മൾ സേവിക്കും. അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ള ദൈവം, സകലത്തെയും ഉള്ളതുപോലെ ഒപ്പിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. കയീനോട് ദൈവം കണക്ക് ചോദിക്കുക, നിന്റെ സഹോദരന്റെ രക്തം, നിന്റെ ശബ്ദം. രക്തം നിലവിളിക്കുമോ? വചനം പറയുന്നു രക്തത്തിലാണ് ജീവനുള്ളത്. ജീവനുള്ളതെല്ലാം നിലവിളിക്കും. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ രക്തവും നിലവിളിക്കും. കാരണം കൂടാതെ ചൊരിയപ്പെട്ട രക്തത്തിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തിയപ്പോൾ അതിന് കാരണം ഈ ഹാബേലല്ല, പിന്നെയോ കയീന്റെ യാഗത്തിൽ ദൈവത്തിന് പ്രസാദകരമായി തീരാത്തത് അവനോടുള്ള അസൂയയ്ക്ക് കാരണമായി തീർന്നു. യേശു കർത്താവ് ഒരു ഉപമ പറയുകയാണ്, സംഭവം പറയുകയാണ്. രണ്ടു മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുവൻ പരീശൻ. അവൻ ദൈവത്തോട് പറയാ, കർത്താവേ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ പദാരം കൊടുക്കുന്നു, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. കർത്താവ് പറഞ്ഞത്, അവൻ പ്രാർത്ഥിച്ചത് ദൈവത്തോടല്ല, പിന്നെയോ അവനോടാണ് പറഞ്ഞത്. താൻ ചെയ്ത കാര്യങ്ങളെല്ലാം ഉയർത്തിയാണ് പറഞ്ഞത്. ദൈവസന്നിധി എത്തുന്നില്ല. അത് നമ്മൾ ചെയ്യുന്നതൊന്നും ദൈവസന്നിധി എത്തുന്നില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നു, നമ്മുടെ നീതി പ്രവൃത്തികൾ കാറാവിരണ്ട തുണി പോലെ അത്രയേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തിൽ എന്തെല്ലാം നീതി പ്രവൃത്തി ചെയ്താലും നമ്മെ സ്വർഗത്തിൽ എത്തിക്കുന്നത് കാരണമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വചന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളിന് മാത്രമേ മാനസാന്തരാനുഭവം, മരണം വരെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് വചനം, നമ്മെ ശക്തീകരിക്കുന്നതാണ് വചനം.
ദൈവം നമ്മെ ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ദൈവരാജ്യത്തോട് നമ്മെ അടുപ്പിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ ഹാബേലിന്റെ രക്തം നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കുവാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഹാബേലിൽ ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നു, ഹാബേലിന് ദൈവത്തിന് പ്രിയമുണ്ടായിരുന്നു, അവന്റെ യാഗത്തിലും ദൈവത്തിന് പ്രിയമുണ്ടായി. അപ്പൊ എന്നിൽ ദൈവത്തിന് പ്രിയമുണ്ടെങ്കിൽ എന്റെ ആരാധന, എന്റെ പ്രാർത്ഥനയും ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നിലവിളിയും കേൾക്കാൻ കർത്താവ് കാതോർക്കും. എന്തേ ഖയീനിന് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്? അതുകൊണ്ട് അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല. അത് ഹാബേലിന്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല. ചുങ്കക്കാരനും പാപിയും ഒരേ ആലയത്തിലാണ് പ്രാർത്ഥിക്കാൻ വന്നത്. ചുങ്കക്കാരൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച് നിലവിളിച്ച ഒരു ചുങ്കക്കാരൻ ഉണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞു, അവനാണ് നീതീകരിക്കപ്പെട്ടത്. ചുങ്കക്കാരൻ സ്വയം നീതീകരിക്കുകയായിരുന്നു. പരീശൻ സ്വയം നീതീകരിച്ചപ്പോൾ ചുങ്കക്കാരൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു. ഇവിടെ സംഭവിച്ചത് അതാണ്. ഖയീൻ തനിക്ക് താൻ തന്നെ നീതീകരിക്കാനായിട്ട് നോക്കി. അതുകൊണ്ട് ദൈവത്താൽ നീതീകരണം പ്രാപിച്ചവനെ തകർക്കുകയാണ് ഖയീന്റെ താല്പര്യം. അവന്റെ ദുരുദ്ദേശം നോക്കിക്കൊള്ളണമേ. ഇപ്പോ ഹാബേലിന്റെ യാഗം ദൈവം പ്രസാദിച്ചു, എന്റെ യാഗം പ്രസാദിച്ചില്ല. ഹാബേൽ ഇല്ലെങ്കിൽ എന്റെ യാഗം പ്രസാദിക്കുന്ന ഒരു പക്ഷേ ഖയീന് തോന്നിക്കാണും. ഇനി ഹാബേൽ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഖയീനിൽ ദൈവത്തിന് പ്രസാദമില്ലാത്തിടത്തോളം അവന്റെ യാഗത്തിന് ദൈവത്തിന് പ്രസാദം. യേശു കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് അവനെ നോക്കിയിട്ട് സാധുവായ ഒരു സ്ത്രീ ചില്ലിക്കാശിട്ടതിനെ കർത്താവ് പറയുന്നു, ഏറ്റവും കൂടുതൽ അവളാണ് ഇട്ടത്. മറ്റുള്ളവരുടെ സമൃദ്ധിയുടെ ഓഹരി ഇട്ടപ്പോൾ ഒരു ദിവസത്തെ ഉപജീവന മാർഗം മുഴുവനും അവൾ ദൈവത്തിൽ. നമ്മുടെ ഒരു കൈയല്ല ദൈവത്തിന് ആവശ്യം, നമ്മുടെ ഒരു കാലല്ല ദൈവത്തിന് ആവശ്യം. പിന്നെയോ നമ്മെ സമ്പൂർണമായി ദൈവകരങ്ങൾ സമർപ്പിച്ചു കർത്താവിന് വേണ്ടി ഓടുവാൻ തയ്യാറായാൽ നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് കഴിയാത്തതായിട്ടൊന്നും ഇല്ല. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുമ്പോൾ, കഴിഞ്ഞ ബുധനാഴ്ച ഭവനത്തില് പ്രസംഗിക്കുമ്പോൾ ദൈവവചനം പ്രസംഗിക്കുന്ന ചില പഴയ അനുഭവങ്ങളൊക്കെ ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ തൊട്ടു. ഒരു യൗവനക്കാരൻ ഇങ്ങനെ കണ്ണുനീരൊഴുക്കുകയായിരുന്നു. പാസ്റ്റർ നോക്കുമ്പോ ഇപ്പൊ കാറിൽ വന്ന് ഇറങ്ങുന്നു, നല്ല നീറ്റായിരിക്കുന്നു, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇങ്ങനെ ഒരു ശോധനയിലൂടെ കടന്നുപോയ ആളാണോ ഇതെന്ന ചിന്തയിലാണ് അദ്ദേഹം കരഞ്ഞത്. ഇന്നെല്ലാം നന്നായിരിക്കുന്നു, പക്ഷേ നമ്മൾ അറിയാത്ത, കണ്ടിട്ടില്ലാത്ത ഒരു പിന്മുറം അതിന്റെ പിന്നിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങളുണ്ട്. ഇന്ന് ഓരോരുത്തരെ വിളിച്ചു ചോദിച്ചാൽ കഴിഞ്ഞ നാളിൽ കടന്നു വന്ന ആ വഴികളെ കുറിച്ച് ഓർത്താൽ കരയാതിരിക്കാൻ എത്രവർക്ക് കഴിയും? ഖയീൻ അവന്റെ ഹൃദയം കഠിനപ്പെട്ടു, സഹോദരനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. നമ്മൾ അറിഞ്ഞുകൊണ്ട് ആരെയും നശിപ്പിക്കരുത്. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷവും വരുത്തരുത്. കർത്താവിന്റെ അടുക്കൽ പാപിനിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. പരീശന്മാർ പറഞ്ഞു യേശുവിനോട്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്, നീ എന്ത് പറയുന്നു എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമതായി അവൾ പാപിയെന്ന് നിങ്ങൾ പറയുന്നല്ലോ. നിങ്ങളിൽ പാപമില്ലാത്തവർ
അവളെ പാപിയാക്കി ദേശത്തിന്റെ മധ്യ നിർത്തി നിങ്ങളല്ലേ. ഇന്ന് പകൽ നഷ്ടപ്പെട്ട കയീനിലെ ഹാബേലിലേക്ക് നോക്കാതെ ജീവിച്ചിരിക്കുന്ന കയീനാകുന്ന നമ്മിലേക്ക് നോക്കുവാൻ കഴിഞ്ഞാൽ, കയീന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിലവിളിച്ചത് സ്വർഗത്തിന് ദൈവം കേട്ടു. അതിന്റെ പ്രതിഫലം എന്താണ്? 4-ാം അധ്യായത്തിന്റെ 11-ാമത് വാക്യം. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകേണം. അവിടെ നിന്റെ സഹോദരന്റെ രക്തം ചിന്തിയ ആ ഭൂമി വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം. ഏദേൻ തോട്ടത്തിൽ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്ന തന്റെ അപ്പന് സ്വർഗത്തെ ദൈവം ആട്ടി ഇറക്കിയിട്ട് ഇന്നു മുതൽ നീ അത് വേദനയോടെ വിയർപ്പോടെ അധ്വാനിച്ച് ഭക്ഷിക്കും. ഇതുവരെ ഏദേൻ തോട്ടത്തിന്റെ സമൃദ്ധി നീ ആയിരുന്നുവെങ്കിൽ നീ ഭൂമിയിൽ പറക്കാരെയും മുള്ളും മുളയ്ക്കുമെന്ന് ദൈവം ശപിച്ചു. അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ആ ശാപം മാറുന്നില്ല. നോക്കണമേ, പിതാവ് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചെങ്കിൽ മകൻ കുലപാതകനായി മാറി. നാം നമ്മുടെ തലമുറകൾക്ക് നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കണം. നമ്മുടെ തലമുറകൾ തിരിച്ചു ചോദിക്കുന്ന തലമുറയാ. ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗമാണ്. എന്റെ അപ്പനൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അപ്പയുടെ അടുക്കൽ ചെന്ന് നേരെ സംസാരിപ്പാൻ ധൈര്യമുണ്ടായിട്ടില്ല. അപ്പ അവസാനത്തെ ദിവസങ്ങളിൽ വീഴ്ച മുഖാന്തരം 2 വർഷം കിടപ്പിലായിരുന്നു. ഞാൻ അധ്വാനിച്ച്, ദൈവത്തിന്റെ കൃപയാൽ തന്ന ആരോഗ്യത്തിന് അധ്വാനിച്ച് എന്റെ പിതാവിന്റെ സകല കാര്യങ്ങൾ നോക്കുമ്പോഴും പപ്പയുടെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറയാൻ ധൈര്യമുണ്ടായിട്ടില്ല. പപ്പയ്ക്ക് എഴുന്നേറ്റ് വരാനോ എന്നെ ഉപദ്രവിക്കാനോ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും കൂടെ ശ്രമിച്ചെങ്കിലേ അപ്പയ്ക്ക് ഒരു സ്ഥലം അപ്പുറത്തേക്ക് പോകാൻ കഴിയുള്ളൂ. ആ സമയത്തും പിതാവിന്റെ മുഖത്ത് നോക്കി ഒരു വാക്ക് പറയാൻ ധൈര്യമുണ്ടായിട്ടില്ല. ഇന്നത്തെ തലമുറയോ അപ്പനപ്പുറത്തിരിക്കുമ്പോൾ ഇപ്പോൾ എതിരെ കാലിന്മേൽ കാലിട്ടിരിക്കുന്ന തലമുറയാണ് ഇന്നത്തെ തലമുറ. അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെടുവാൻ കഴിയാത്ത ഒരു തലമുറയാണ് ഇന്നത്തേത്. ഇന്നത്തെ മാതാപിതാക്കൾ ശ്രദ്ധയോടെ ഓരോ സ്റ്റെപ്പുകളും വയ്ക്കണം. ഒരു പ്രതിസന്ധി വന്നാൽ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു തലമുറയാണ് ഈ കാലഘട്ടം. അപ്പൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോ പറക്കാരെയും മുള്ളുമെന്ന ശാപം ഭൂമിയിൽ വന്നു. മകൻ സഹോദരനെ കൊന്ന് രക്തം ചൊരിഞ്ഞപ്പോ കർത്താവ് പറയുന്നു, നീ ദേശം വിട്ട് ശാപഗ്രസ്തനായി പോകണം. അടുത്ത വാക്യം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ വേദനയോടെ വിയർപ്പോടെ അധ്വാനിക്കണം അപ്പനോട് പറഞ്ഞെങ്കിൽ മകനോട് പറയുകയാണ്, നീ നിലത്ത് അധ്വാനിക്കുമ്പോൾ അതിന്റെ ഫലം അത് തരികയില്ല. ഇന്നത്തെ വിളഭൂമിയിൽ നമ്മൾ അധ്വാനിക്കുന്ന അനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നുണ്ടോ? ഇവിടെ ഒരു തെങ്ങുതോപ്പ് കിടപ്പുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ പണ്ട് തെങ്ങുണ്ടായിരുന്നു. ഒരു 10-100 തെങ്ങുണ്ടെങ്കിൽ ആ തേങ്ങ വെട്ടിയിട്ടാൽ മുറ്റം നിറയും. ഇപ്പോഴോ വെട്ടുകൂലിക്ക് കൊടുക്കാനുള്ള തേങ്ങ പോലും കിട്ടുന്നില്ല. എന്തേ അങ്ങനെ സംഭവിക്കുന്നത്? ഭൂമിയുടെ മേൽ ശാപമേറ്റുപോയി. ദൈവം കയ്യിനോട് പറയുന്നു, കാരണം കൂടാതെ ദൈവത്തെ ആരാധിച്ച ആരാധനയുടെ പേരിൽ സഹോദരനെ നീ നശിപ്പിച്ചത് കൊണ്ട് നിന്റെ അധ്വാനത്തിന് പ്രതിഫലം തരികയില്ല.
ഈ മലയങ്കിഴിന്റെ അടുക്കലുള്ള ഒരു CSIയിലെ പുരോഹിതൻ 25 വർഷമായി നോർത്ത് ഇന്ത്യയിൽ താമസിച്ച് സുവിശേഷമെല്ലാം ചെയ്ത ആളിനെ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടയ്ക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി. അടുത്ത 12-ാം തീയതി പിന്നെയും കോടതിയിൽ ഹാജരാകണം. നോക്കണമേ, 25 വർഷങ്ങളില്ലാത്ത പീഡനം എന്ത് ദേശത്ത് അനുഭവം വരാത്തത്? ദൈവത്തിന്റെ ശാപം നമ്മുടെ ദേശത്ത് വരാതിരിക്കണമോ? കാരണമില്ലാത്ത രക്തം ഭൂമിയിൽ ചൊരിയരുത്. ദൈവദാസന്മാരുടെ രക്തം ഭൂമിയിൽ വീണാൽ, ദൈവത്തെ ആരാധിക്കുന്നവന്റെ രക്തം ഭൂമിയിൽ വീണാൽ അതിന് ദൈവം കണക്ക് ചോദിക്കും. അവിടെ മുഖപക്ഷം ദൈവത്തിനില്ല. വിശ്വസ്തതയുടെ കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ഒരു രോമത്തിന് പോലും ദൈവസന്നിധി കണക്കുണ്ട്. കർത്താവ് പറയുന്നു, ഞാൻ അറിയാതെ അവന്റെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ദൈവം ഇന്നും സർവശക്തനായ ദൈവമാ. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ ദേശത്തിന്റെ മേലുള്ള ശാപങ്ങൾ മാറുവാൻ ദൈവം തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അസ്ഥാനത്തല്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം ബലപ്പെടും. അടുത്ത ഭാഗം കൂടെ വായിക്കാം. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവനാകും. നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവൻ. നമ്മുടെ ദേശത്ത് ഒരടുത്തുനിന്ന് 10 കുടുംബം എണ്ണി നോക്കിയാൽ ഒരു കുടുംബത്തിലെങ്കിലും വീട്ടുകാര്യം നോക്കാത്തവനും അത് ദേശത്തിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് വെറുതെ നടക്കുന്നവനും ഉണ്ടാവും. എന്താ കാര്യം? ഇത് അന്ന് ദൈവം ശപിച്ചതാണ്. പക്ഷേ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവന്റെ മേൽ ആ ശാപമില്ല. 1 പത്രോസ് 1:18-19 വ്യർത്ഥവും പിതൃപാരമ്പര്യങ്ങളും നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി എന്നീ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രേ. യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ഒരുവന്റെ മേൽ പിതൃപാരമ്പര്യ ശാപത്തിന് അവകാശമില്ല. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. ഒരു കുടുംബത്തിൽ കഴിഞ്ഞ 4 തലമുറകളായി 32-ാമത്തെ വയസ്സിൽ അവിടുത്തെ എല്ലാ പുരുഷന്മാരും മരിക്കും. അതുകൊണ്ട് 21-22 വയസ്സിൽ അവിടുത്തെ പുരുഷന്മാരെ കൊണ്ട് ആൺകുട്ടികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. 32-ാമത്തെ വയസ്സ് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന ശേഷം ആ പെൺകുട്ടികൾ അറിയുള്ളൂ. എന്തായാലും ജീവിക്കാൻ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു ഭവനമാണ്. അതുകൊണ്ട് പുറംലോകം അറിയാതെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുപോയി. ഒരു യൗവനക്കാരൻ 30-ാമത്തെ വയസ്സിൽ ഒരു അഭിഷക്തന്റെ അടുക്കൽ വന്ന് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, എന്റെ കുടുംബത്തിൽ കഴിഞ്ഞ 4 തലമുറകളായി 32 വയസ്സ് കഴിഞ്ഞ ആരും പുരുഷന്മാർ ജീവിച്ചിട്ടില്ല. എനിക്ക് 2 വർഷമേ ഉള്ളൂ കാലാവധി. ആ ദൈവദാസൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ചാൽ 32 വയസ്സ് നീ മരിക്കയില്ല. ഏകദേശം 12 വർഷങ്ങൾക്ക് പുറകിൽ നടന്ന സംഭവമാണ്. ആ ദൈവദാസൻ കർത്താവിന്റെ ജോയ്മറിന്റെ മുമ്പിലാ ആ സഹോദരൻ വന്നത്. അന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ഏകദേശം 42 വയസ്സ് അദ്ദേഹത്തിന് പ്രായമുണ്ട്. പിതാക്കന്മാരുടെ ശാപം തലമുറകളിലേക്ക് വരാതിരിക്കണമോ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കുമ്പോൾ പ്രാപിക്കണം.
നിക്കോദീമോസ് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിലെത്താൻ കഴിയില്ല. നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമാണെങ്കിൽ ഈ ഭൂമിയിലുള്ള ശാപങ്ങളൊന്നും നമ്മുടെ മേൽ വരാതിരിക്കണമെങ്കിൽ മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ ന്യായപ്രമാണം പറയുമ്പോൾ എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ മരക്കുരിശിൽ യാഗമായി തീർന്നത് എന്റെ മേലുള്ള ശാപത്തെ മാറ്റുക. ഞാനിനി ശപിക്കപ്പെട്ട വ്യക്തിയല്ല, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിന്റെ ഹിതപ്രകാരം വചനപ്രകാരം ജീവിപ്പാൻ ഇറങ്ങിയാൽ കർത്താവ് തന്നെ പറഞ്ഞു, അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുകയില്ല. പിതാക്കന്മാരുടെ ശാപത്തെ കർത്താവ് കാൽവരിയിൽ വെച്ച് വഹിച്ചു. നമുക്ക് വിരോധമായി എഴുതിയ സകല രേഖയെ കർത്താവ് മായിച്ച് ക്രൂശിൽ തറച്ച് നമ്മുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. കൊലോസ്യലേഖനം പറയുന്നു, നിന്റെ പാപത്തെ സമുദ്രത്തിന്റെ ആഴത്തിൽ കർത്താവ് എറിഞ്ഞു കളഞ്ഞു. ഇനി അവയെ ഓർക്കണ്ട, പക്ഷെ ഇനി പാപം ചെയ്യരുത്. കർത്താവിന്റെ ശബ്ദം ഇന്ന് പകൽ നാം കേട്ടുകഴിഞ്ഞു. ഞാൻ സഹോദരനെ, കൂടെ ആരാധിക്കുന്നവരെ, കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് വിരുദ്ധമായ ഒരു വാക്ക് പോലും നമ്മൾ സംസാരിക്കരുത്. അത് ശാപമായി മാറപ്പെടും. നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കുന്ന അതേ ദൈവമാണ് നീ പറയുന്ന ശാപവാക്കും. അത് നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ മാത്രമല്ല ദൈവം നമ്മുടെ ശബ്ദം കേൾക്കുന്നത്, സകല സമയത്തും ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അടുത്ത വാക്യം കൂടെ വായിക്കാം. കയ്യൻ യഹോവയോട് എന്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇവിടെ കയ്യൻ ദൈവത്തോട് പറയുക, എന്റെ കുറ്റം ക്ഷമിക്കുന്നതിനേക്കാൾ വലിയതാണ്. അടുത്ത വാക്യം, ഇതാ നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. കർത്താവ് അവനെ കർത്താവിന്റെ സന്നിധിയിൽ ആട്ടിക്കളയും. ഈ ശാപം അടുത്ത തലമുറയിൽ മാറ്റുവാനും ദൈവത്തിന് കഴിയും. ഇസഹാക്ക് ഗരാരിൽ പാർക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ ക്ഷാമമാണ്. സഹാക്ക് ദൈവത്തോട്, ദൈവമേ ഇവിടെ മുഴുവൻ ക്ഷാമമാണ്, ഞാൻ അടുത്തൊരു ദേശത്തേക്ക് പോകും. ദൈവം പറഞ്ഞു, വേണ്ട, നീ ഈ ദേശത്ത് പാർത്ത് വിതയ്ക്കുക, 100 പേര് ഞാൻ വിളവ് തരാം. ദേശം മുഴുവനും ശാപഗ്രസ്തമായി കിടക്കുമ്പോൾ, ദേശം മുഴുവനും വിതയ്ക്കുന്ന വിത്ത് പോലും തിരിച്ചു ലഭിക്കാതിരിക്കുമ്പോൾ, ദൈവ ശബ്ദം കേട്ടവൻ വിതച്ചത് 100 പേര് കൊയ്തെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളുടെ നന്മയ്ക്കെതിരെ ഒരന്ധകാര ശക്തിക്ക് നിൽക്കാൻ കഴിയില്ല. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കില്ലെന്നാണ് പ്രമാണം. ദേശത്ത് മുഴുവനും ക്ഷമമായിരിക്കും. നൂറുകണക്കിന് അനുഭവം വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. മരുഭൂമിയിൽ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഭക്ഷണത്തിന് വകയില്ലാതെ ജീവജാലങ്ങൾ ചത്തു വീഴുമ്പോൾ തന്നെ സേവിക്കുന്ന തന്റെ മക്കൾക്ക് സ്വർഗത്തിലെ അപ്പം കൊടുത്ത് പോഷിപ്പിച്ചൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ വാട്സപ്പിനകത്തൊരു ലവോർമിൻ ക്രൂസേഡിലെ സഹോദരങ്ങൾക്ക് ഒരു മെസ്സേജ് കേട്ടു. ഒരു രാമചന്ദ്രൻ നായർ പ്രസംഗിക്കുക. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു യേശുക്രിസ്തുവാണ്. 2 കുറിയെ കിട്ട മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന ഒരു അനുഭവം, ഈ ലോകത്തിലെ ഗുരുക്കന്മാരെല്ലാം കസേരയിൽ ഇങ്ങനെ ചാഞ്ഞിരിക്കും, മറ്റുള്ളവർ വന്ന് പാദം കഴുകണം. പക്ഷെ യേശു ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകി. അത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് ചെയ്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യണം,
തമ്മിൽ തമ്മിൽ ചെയ്യണം. ഒരു കസലിരിക്കുന്ന ഒരാളിന്റെ പാദം കഴുകുമ്പോൾ ഈ മോളിരിക്കുന്ന ആളിനേക്കാൾ ഈ മനുഷ്യൻ ഒട്ടും വലുതല്ല എന്ന് കാണിക്കാൻ അദ്ദേഹം പറഞ്ഞ വാക്ക്. നമുക്ക് ദൈവസേനയിൽ താഴാൻ മനസ്സുണ്ടോ? ദൈവസേനയിൽ വിനയപ്പെടാൻ മനസ്സുണ്ടോ? നമ്മൾ ദൈവത്തെ കുറ്റം പറയുന്നവരാണോ? ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നവരാണോ? അത് നിർത്താമോ? ദൈവം പ്രവർത്തിപ്പാൻ ശക്തി. കർത്താവിന് ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ ഒരുക്കമാണ്. ഇവിടെ കയ്യിന്റെ മേൽ ശാപം വീണു, ഭൂമി വിളതരികയില്ല, നീ ഭൂമിയിൽ ഉഴന്ന് നടക്കുന്നവൻ ആകും. ഒരു 6-7 നിലവിളിയെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കണമെന്ന് വിചാരിച്ചത് നമ്മുടെ സമയം അധികരിച്ചു. വേഗം 1-2 ചിന്തകളുടെ പങ്കിടാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാമത് വാക്യം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. നോക്കണമേ, യാക്കോബ് പറയുന്നു, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചു. അത് അവിടെ ഇരുന്ന് എന്നോട് നിലവിളിക്കുന്നു. അടുത്ത ഭാഗം, കൊയ്തവരുടെ മുറവിളിയും സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നോക്കണമേ, ഈ കൂലിക്കാരന്റെ കൂലി അവിടെ ഇരുന്ന് നിലവിളിക്കുന്നു, കൊയ്തവരുടെ മുറവിളിയും അവിടെ നിലവിളിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ കൂലിക്കാരന്റെ കൂലി പിടിച്ചു വച്ചാൽ അത് ശാപമാണ്, അതിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തും എന്ന് പറയും. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 13-ാമത് വചനം. ഞാൻ യഹോവയാകുന്നു, കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവന്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത്. കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഞാനിവിടെ 2-3 ജോലിക്കാരെയൊക്കെ ഇട്ട് ശുശ്രൂഷയ്ക്ക് പോയി. ഞാൻ വന്നപ്പോൾ അവർ പോയി കഴിഞ്ഞു. വന്നിട്ട് എനിക്ക് വേറെ അത്യാവശ്യത്തിന് പോയി. വൈകിട്ട് ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് സന്ധ്യക്ക് ആ കൂലിയും കൊണ്ട് നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്ന പിതാവിന്റെ വീട്ടിൽ ചെല്ലുന്നവരോട് പറഞ്ഞു, നാളെ രാവിലെ കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ അധ്വാനിച്ചതിന്റെ കൂലി എന്റെ പക്കൽ ഇരിക്കാൻ. രാത്രി ഞാൻ മുട്ടുമുടക്കുമ്പോൾ ദൈവനോട് ചോദിക്കും, പകൽ അധ്വാനിച്ചവന്റെ കൂലി നിന്റെ പക്കൽ ഇരിക്കുക. അവർ പറഞ്ഞു, നാളെ ആയാലും മതിയായിരുന്നു. പക്ഷെ എനിക്ക് അത് ധൈര്യമില്ല. എന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തണം. ഞാൻ ചെയ്യാനുള്ള എന്ത് ചെയ്യണം? കൃത്യമായി ചെയ്തിരിക്കണം. കൂലിക്കാരന്റെ കൂലി നിന്റെ പക്കൽ പിറ്റേന്ന് രാവിലെ വരെ ഇരിക്കരുത്. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം. അവന്റെ കൂലി അന്നേക്കെന്ന് കൊടുക്കണം. അവന്റെ കൂലി അന്നേക്ക് കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. സൂര്യൻ അതിന്റെ മേൽ അസ്തമിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ കൂലിക്കാരന്റെ കൂലി നിന്റെ മേലിരുന്ന് അതിന്റെ മേൽ അസ്തമിക്കരുതെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. വായിക്കാം. അവൻ ദരിദ്രനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നവനുമല്ലോ. കൂലിക്കാരൻ എന്തിനാ കൂലി അധ്വാനിക്കുന്നത്? വൈകിട്ട് അവന്റെ കൂലി കിട്ടും. ആ പ്രതീക്ഷയോടെ കൂലിക്കാരന്റെ കൂലി നിന്റെ കയ്യിൽ ഇരുന്ന് സൂര്യൻ അസ്തമിക്കാനായിട്ട് ഇടവരുതെന്നാണ് ദൈവത്തിന്റെ വചനം പറയും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഞാൻ ഒരു 8 വർഷം സ്വന്തമായി ബിൽഡിങ്ങിന്റെ മൊത്തം പണിയെടുത്ത് നടത്തിയാണ്. ആരംഭത്തിൽ പാലുപോലെ നിൽക്കുന്ന മുതലാളിമാരൊക്കെ കെട്ടിടം പണിയെല്ലാം കഴിഞ്ഞ് പൂർത്തിയായി കഴിയുമ്പോൾ കുറെ അഡീഷണൽ പണി നമുക്ക് കൊണ്ട് ചെയ്യിക്കും. റേറ്റ് പറഞ്ഞ കാശ് പോലും തരാത്ത ആളുകളുണ്ട്. കയ്യിൽ നിന്ന് കൂലി കൊടുക്കേണ്ടത് സാഹചര്യം വന്നിട്ടുണ്ട്. അന്ന് ഞാൻ യേശുവിനെ അറിഞ്ഞ ആളല്ല. ഞാനവരോട് പറയും, കൂലിക്കാരന്റെ കൂലി
നിങ്ങളുടെ കയ്യിൽ നിന്നാൽ ഈ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഇനി അങ്ങനെ പറയാൻ വ്യവസ്ഥയില്ല. അന്ന് എനിക്ക് യേശുവിനെ അറിയില്ല, ഈ വചനവും അറിയില്ല. ഒരു ജോലിക്കാരനെ വിളിച്ചുകൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് അവർക്ക് കൂലി കൊടുത്താൽ ആ വീട്ടുടമന് സ്വസ്ഥത വരുമോ? കൂലിക്കാരന്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നമ്മുടെ മക്കൾ ഇരിക്കരുത്. അത് നിനക്ക് അടുത്ത ഭാഗം കൂടെ വായിക്കാം. അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നവനുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരുത്തരുത്. മനസ്സിലായോ? ദൈവത്തിന്റെ മക്കൾ അതൊന്നും അറിഞ്ഞിരിക്കണം. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഏതൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, പട്ടിക വയ്ക്കുന്ന പണം ദൈവാലയത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടിടരുത്. അത് വചനത്തിന്റെ വ്യവസ്ഥയാണ്. പട്ടിയൊക്കെ വളർത്തി വിറ്റ് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു 1 ലക്ഷം രൂപയാണ് ഒരു പട്ടിയുടെ വില. അതിന്റെ ഓഹരി എന്ത് ചെയ്യാൻ പാടില്ല. എനിക്ക് പെട്ടെന്ന് ആ വചനം റെഫറൻസ് ഓർമ്മ വന്നില്ല. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ. ഇതുവരെ ഞാൻ നോക്കാം, എനിക്ക് സമയം കിട്ടിയില്ല. വേദപുസ്തകത്തിലുണ്ട് വേശ്യയുടെ കൂലിയും പട്ടി വിറ്റ പണവും ദൈവാലയ ഭണ്ഡാരത്തിൽ വരാൻ പാടില്ല. അത് വ്യവസ്ഥയാണ്. ദൈവമക്കൾ അത് അറിഞ്ഞിരിക്കണം. അത് എന്തുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നില്ല? അതാണ് നമ്മൾ വായിച്ചുവെന്ന് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോകുന്നു. നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയായും അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. ദൈവത്തിന്റെ യാക്കോബ് വളരെ ആഴമായി ഇന്ന് ഈ പ്രസംഗം ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ വേദപുസ്തകം പല പ്രാവശ്യം വായിച്ചവരും നോക്കുകയാണ്, ഇങ്ങനെ ഒരു വാക്ക് ഈ ബൈബിളിനകത്തുണ്ടോ അല്ലേ? പലരുടെയും ചിന്ത മുഖത്ത് ആ ചിന്തകളാണ് വരുന്നത്. ഈ സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. കാബേലിന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇന്നു മുതൽ നീ അധ്വാനിക്കുന്നതിന് പ്രതിഫലം ലഭിക്കയില്ല, ഭൂമി നിനക്ക് വിളവ് തരികയില്ല, നീ ശപിക്കപ്പെട്ടവനായി തീർന്നു, നീ ദേശത്ത് ഉഴന്ന് അലയുന്നവനായി തീരും. യാക്കോബ് പറയുന്നു, കൂലിക്കാരന്റെ കൂലി നിന്റെ പക്കലിരുന്നാൽ ആ നിന്റെ സ്വർണം കറപിടിക്കും. സ്വർണത്തിനകത്ത് കറപിടിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പൊന്നും വെള്ളിയും കറപിടിച്ചും അത് തീ പോലെ നിന്റെ ജഡത്തെ. ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ ദൈവരാജ്യത്തിൽ എത്താൻ പറ്റും? ഇതൊക്കെ വായിക്കുമ്പോൾ ഭയം തോന്നും. കർത്താവേ, അവിടുത്തെ രാജ്യത്തിലെത്താൻ എങ്ങനെ കഴിയും? കർത്താവ് വിളിക്കുന്ന അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നാലേ ദൈവരാജ്യത്തിലെത്താൻ. ദൈവരാജ്യത്തിലെത്തുവാൻ ഒരുപാട് കാര്യങ്ങൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്ന വചന സത്യങ്ങൾ അനുസരിച്ചാൽ. ഒരിക്കൽ ഒരു സഹോദരി വന്ന് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ വീട്ടിൽ കുറെ തെങ്ങുകളുണ്ട്, പക്ഷെ എല്ലാത്തിനും മണ്ടരി രോഗം. ഞാൻ പറഞ്ഞു, തേങ്ങ വെട്ടുന്ന ദശാംശം ദൈവനാമത്തിന് കൊടുക്കാറുണ്ടോ? ഇല്ല. ഇന്നു മുതൽ തീരുമാനമെടുത്താൽ മതി. മണ്ടരയുള്ളതൊന്നും ദൈവത്തിന് അതിലേക്ക് കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കില്ല. ഞാൻ ഒരു മാത്രം വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു, നിങ്ങൾ തീരുമാനത്തോടെ ഈ വെള്ളം ഒഴിച്ചാൽ മതി, ഇനി മണ്ടരി വരില്ല.
പക്ഷെ ദൈവം എടുക്കുന്ന തീരുമാനം എന്ത് ചെയ്യണം? അത് നിവർത്തിക്കണം. അല്ലാതെ വെള്ളം തെളിച്ചത് കൊണ്ട് വിടുകയില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് നാം ജീവിക്കുമ്പോ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കയില്ലെന്നാണ് വചനം പറയുന്നത്. ഒരിക്കൽ മനോഹർ സൗരൻ പറഞ്ഞു, ഞാൻ വയലില് മനുഷ്യന് കണ്ടിരിക്കുകയാണ്, മനുഷ്യന് വാങ്ങാനായിട്ട് ആരും ഇല്ല, 2 വർഷം വരും. ആരെങ്കിലും കിട്ടിയ വിലയ്ക്ക് കൊടുക്കാം, അത് കിടന്ന് ചീത്തയായി പോകാതെ അടുത്ത് നടണം. ഞാൻ പറഞ്ഞു, കിട്ടിയ വിലക്കല്ല, ന്യായമായ വിലയ്ക്ക് വാങ്ങാൻ ആളുകളെ കൊണ്ടുപോയി. അന്ന് 30,000 രൂപയെങ്കിലും കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞു, അപ്പോൾ അടുത്ത ആഴ്ച 42,000 രൂപയ്ക്ക് മനുഷ്യന് വിറ്റു. ന്യായമായ വിലക്ക് എന്താ? അതിന്റെ ഓഹരി ദൈവനാമത്തിന് വേർതിരിക്കുന്നത്. അതിനകത്ത് പിശാചിനൊന്നും ഇടപെടാൻ പറ്റില്ല. നിങ്ങളുടെ ഏതെങ്കിലും നന്മയ്ക്കെതിരെ പിശാച് അവകാശം പറയുന്നുവോ? ദൈവവചനം വ്യവസ്ഥ പ്രകാരം അനുസരിക്കുന്ന ഒരു ദൈവവേദന്റെ ഒരു നന്മയും അനാവശ്യമായ ആശുപത്രി കൊടുക്കാൻ അനുവദിക്കയില്ല, പാഴ്ചെലവാക്കാൻ അനുവദിക്കയില്ല. അതാണ് വചനത്തിന്റെ വ്യവസ്ഥ. ഈ ദൈവസനി നീതിയോടെ എടുത്ത തീരുമാനത്തിനൊത്തവണ്ണം ജീവിച്ചാൽ എവിടെയാണ് ശത്രു അവകാശം പറയുന്നത്? ഒരിക്കലൊരു മാതാവ് എന്ന് പറഞ്ഞു, ഞാനൊരു പശുവിനെ വാങ്ങിച്ചു, വാങ്ങിക്കൊണ്ടുവന്നതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോ അതിന് അകിടി രോഗം വന്നു. 16 ലിറ്റർ പാലുണ്ടായിരുന്നതിന് ഇപ്പോൾ 4 ലിറ്റർ പാലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലെ ഏത് വൈദ്യരെക്കാളും വലിയ വൈദ്യരാണ് കർത്താവ്. ലോൺ എടുത്തായിരിക്കും പശു വാങ്ങിയത്. അതിന്റെ ദശാംശം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ പശുവിന് നേരത്തെ ലഭിച്ചതിൽ ഒരു തുള്ളിപ്പാല് കുറയാതെ നിങ്ങൾക്ക് ദൈവം തരും. അത് വചനത്തിന്റെ വ്യവസ്ഥയാണ്. അകിടി രോഗം വന്ന് ഇഞ്ചക്ഷൻ എടുത്താൽ ആ കാമ്പിൽ പിന്നെ പാല് കിട്ടാറില്ല. പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചാൽ നേരത്തെ ഉള്ളതിൽ ഒരു തുള്ളി കുറയാതെ ദൈവം തിരിച്ചു തരും. ഏതൊക്കെയോ മേഖലയിൽ ദൈവം തൊടുകയാ. ഈ ലൈവിലൂടെ 100 കണക്കിന് ആളുകൾ ഇത് കേൾക്കുക. പല കുടുംബത്തിന്റെ ഈ ശവം മാറാത്തതെന്തേ? പലതും നിന്റെ കൈക്കല്ല് നിലവിളിക്കല്ലേ? തലമുറകൾക്ക് വേണ്ടി നമ്മൾ കരുതുമ്പോൾ തലമുറകൾ അനുഭവിക്കണമോ? ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ ജീവിക്കണം. അത് കറവട്ടാൻ അനുവദിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ചില തീരുമാനങ്ങളോടെ മടങ്ങിപ്പോകണം. അധികം സമയം അവിടെ നിൽക്കാൻ എനിക്ക് സമയമില്ല. പുറപ്പാട് ദിവസം 3-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം. പുറപ്പാട് ദിവസം 3-ാം അധ്യായം 9-ാം വാക്യം. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. അവിടെ കർത്താവ് പറയുകയാ, ഇസ്രായേലിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. കർത്താവിന്റെ അടുക്കൽ നിലവിളി എത്തിയാൽ സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് മോശയോട് പറയുന്നു, ഇസ്രായേൽ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് ദൈവസഭയുടെ നിലവിളി ദൈവസന്നിധിയാൽ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. കർത്താവ് ഇറങ്ങി വരും നമുക്ക് വേണ്ടി. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 28-ാമത് വാക്യം. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം 28-ാമത് വാക്യം. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. യേശു കർത്താവിനടുക്ക് നിലവിളിച്ചു കടന്നു വരുന്ന ഒരു ഭൂതഗ്രസ്തൻ, കല്ലറകൾ പാർത്തുകൊണ്ട് എല്ലാ ദിവസവും നിലവിളിച്ച ആളുകളെ പേടിപ്പിക്കുന്നവൻ യേശുവിനോട് നിലവിളിച്ചത് അവസാനത്തെ നിലവിളി. പിന്നെ അവൻ നിലവിളിക്കേണ്ടി വന്നില്ല. ആ യേശു കർത്താവ് പടകിൽ തിരിക്കുമ്പോ അവൻ സൗഖ്യമുള്ളവനായി വന്നിട്ട് പടകിൽ കയറാൻ വരികയാ. കർത്താവ്, ഞാനും കൂടെ പോരട്ടെ നിന്റെ കൂടെ. യേശു പറഞ്ഞു, ദൈവം ചെയ്ത് നിന്നോട് നിന്റെ കുടുംബത്തിലുള്ളവരോട് പോയി. വർഷങ്ങളായി നിലവിളിച്ചുകൊണ്ട് കല്ലറകളിലല്ലേ നീ പ്രാർത്ഥിക്കുന്നത്? ദൈവം നിന്നെ സൗഖ്യമാക്കിയല്ലോ. നീ യേശുവിനോട് നിലവിളിച്ചില്ലേ? ഇനി നീ സ്വന്തം വീട്ടിൽ പോയി പാർക്ക്. ഇന്ന് പകൽ
സ്വന്തം ഭവനത്തിൽ പാർപ്പിക്കില്ലെന്ന് വെല്ലുവിളിക്കുന്ന ചില പൈശാചിക സ്വാധീനത്തെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിച്ച് അതിന്റെ മേൽ ജയമെടുക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ദേശത്ത് വിളിക്കണം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 23-ാം അധ്യായം അതിന്റെ 45-46 വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 45-ാം വാക്യം. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. യേശു കർത്താവിന്റെ ഒരു നിലവിളിയാണ്. കർത്താവിനെ കുറിച്ച് വിളിക്കാൻ അതിനെ പറയുന്നത് അവൻ തെരുക്കൾ നിലവിളിക്കില്ലെന്ന്. പക്ഷെ യേശു നിലവിളിക്കുക ആരോടാ? തന്റെ പിതാവിനോട്. തന്റെ പിതാവിനോട് നിലവിളിച്ചു പറയുകയാ, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. യേശുവിന്റെ നിലവിളിയുടെ മുമ്പിൽ ചില കാര്യങ്ങൾ സംഭവിക്കുക. യേശു എന്തിനു നിലവിളിച്ചു? അതിന്റെ 33-ാം വാക്യം മുതൽ 2 വാക്യങ്ങൾ. തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. യേശുവിനെ ക്രൂശിക്കുന്ന സമയത്തും യേശുവിനെ പരിഹസിക്കാന് 2 ദുഷ്പ്രവൃത്തിക്കാരെ യേശുവിന്റെ ഇടത്തും വലത്തും നിർത്തി ക്രൂശിച്ചത് ഈ ദുഷ്പ്രവൃത്തിക്കാരോടൊപ്പം യേശുവിനെ തുല്യമാക്കി. മറ്റാരും അറിയാതെ കൽത്തലത്തിൽ യേശുവിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ചു. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം ചൂടി. യേശുവിന്റെ കന്നത്തടിച്ചു. യേശുവിന്റെ രോമം പിഴുതെടുത്തു. യേശുവിന്റെ കണ്ണ് കെട്ടി. നീ പ്രവാചകനല്ലേ, പ്രവചിക്കാൻ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പ്രവചനത്തെ നിന്ദിച്ചു. എന്തെല്ലാമൊക്കെ കർത്താവിനെ ചെയ്തു. കർത്താവിനെ കാർക്കിച്ചു തുപ്പി. ഇതൊക്കെ അകത്തളങ്ങൾ നടന്നിട്ടും അവർക്ക് കൊതി തീരാതെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവമക്കള് അകത്തളങ്ങളിൽ രഹസ്യമായി ആഭിചാരം ചെയ്തും മന്ത്രവാദം ചെയ്തും തകർക്കുവാൻ നോക്കി നടക്കാത്തത് കൊണ്ട് പ്രത്യക്ഷമായി ചില പ്രതികൂലങ്ങളുമായി മുന്നിലേക്ക് വരാൻ പോകയാ. ദൈവത്തിന്റെ ന്യായവിധി ആ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുന്നത് ദേശം കാണാൻ പോകയാ. ദൈവം മഹത്വം കൽപ്പിക്കട്ടെ. ചില കുടുംബങ്ങളുടെ ശാലകളെയാണ് ശത്രു വരിഞ്ഞു കെട്ടിയ ചില അന്യായ ബന്ധനങ്ങൾ അഴിയുകയാണ്. തലമുറയുടെ നന്മ കാണാതിരിക്കാൻ ശത്രു കെട്ടിയ ചില കെട്ടുകളെ അഴിക്കുക. യേശുവിനെ അകത്തളങ്ങൾ പീഡിപ്പിച്ചിട്ട് തൊത്തി വരാതെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അറിയാതെ, പുറം ലോകം അറിയാതെ നിനക്കെതിരായി ശുദ്രപ്രയോഗം ചെയ്തവരാ ഈ ദിവസങ്ങൾ പുറത്തു വരാൻ പോകയാ. നിലവിളിയോടെ പുറത്തു വരാൻ പോകയാ. ദൈവത്തിന്റെ പ്രവൃത്തി ദേശത്ത് ഭീതി വരത്തക്കവണ്ണോ അവരെ വെളിപ്പെടാൻ പോകയാ. അടുത്ത ഭാഗം വായിക്കാം. എന്നാൽ യേശു പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അതായിരിക്കും ദൈവമായി തന്നെ മനോഭാവം. മറ്റുള്ളവർ അകാരണമായി നമ്മെ പീഡിപ്പിക്കുന്നു, കാരണം കൂടാതെ പരിഹസിക്കുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വായിക്കാം.
അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തു എങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പ്രധാനികളും ക്രിസ്തുവിന്റെ ദൈവീകത്വത്തെ പരിഹസിക്കുക. യേശു കർത്താവിന്റെ വസ്ത്രം ചീട്ടിട്ടെടുക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിവർത്തിയാണ് അടുത്ത വാക്യം. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവനെ പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. യേശുവിന്റെ ക്രൂശിന്റെ മുകളില് യഹൂദന്മാരുടെ രാജാവെന്നൊരു മേലെഴുത്ത് വെച്ചിരുന്നു. യേശുവിനെ പരിഹസിക്കാനാണ് അത് എഴുതിയത്. എഴുതിക്കഴിഞ്ഞ് ക്രൂശീകരിച്ച ശേഷം ചിലർ വന്ന് പറഞ്ഞു പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവെന്നല്ല എഴുതേണ്ടത്, ഇവൻ പറഞ്ഞു ഞാൻ യഹൂദന്മാരുടെ, അവന്റെ കുറ്റസംഗതിയായിട്ടാണ് എഴുതേണ്ടത്. പക്ഷെ എഴുതിയത് അവൻ രാജാവെന്ന് തന്നെ. യേശു ജനിക്കുമ്പോൾ വിദ്വാൻമാർ വന്ന് ഹേരോദാവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ? എന്റെ കർത്താവ് ജനിച്ചത് രാജാവായിട്ടാണെങ്കിൽ, ജീവിച്ചത് രാജാവായിട്ടാണെങ്കിൽ, മരിക്കുന്നതും രാജാവായിട്ടാണ്. ഒരല്പം പോലും കുറയ്ക്കാൻ ഉലകത്തിലെ ഒരു ശക്തി ദൈവം അനുവദിച്ചിട്ടില്ല. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അതിനെ പടയാളികൾ അവനെ പരിഹസിച്ചു. അടുത്ത ഭാഗം. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്ക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ക്രൂശിൽ കൂടെ തൂക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരനും യേശുവിനെ ദുഷിക്കുക. യേശു കർത്താവ് ലോകത്തിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം സഹിച്ചത്? യേശു പറഞ്ഞു, ഈ പച്ച മരത്തോട് ഇങ്ങനെ ചെയ്യുന്നു എങ്കിൽ നിങ്ങളുടെ അത്ര. കർത്താവിന്റെ മക്കൾ നിന്ദയും പരിഹാസവും ഒക്കെ ഏൽക്കാൻ അനുവദിക്കുന്നു എങ്കിൽ അതിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അടുത്ത ഭാഗം കൂടെ വായിക്കാം വേഗം. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത കർത്താവിനെ ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം ക്രൂശിച്ച് യേശുവിനെ പരിഹസിച്ചു. ക്രൂശിൽ കിടന്ന കള്ളൻ ഒരുവൻ യേശുവിനെ പരിഹസിക്കൂ. യേശുവിനെ ക്രൂശിക്കാൻ നേതൃത്വം കൊടുത്ത പടയാളികൾ യേശുവിനെ പരിഹസിക്കുന്നു. അടുത്ത ഭാഗം. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. യേശുവിന്റെ പ്രത്യേകത ക്രൂശിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ ശക്തൻ. നമ്മൾ കഷ്ടതയിലാകുമ്പോഴും മറ്റുള്ളവരെ അനുഗ്രഹിക്കുക നാം തയ്യാറാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ദൈവത്തിന് അസാധ്യമെന്നൊരു പദമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. അതിന്റെ 47-ാമത് വാക്യം. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു. കാരണം യേശുവിനെ ക്രൂശിച്ച് കഴിഞ്ഞു. യേശു മരിച്ചു കഴിഞ്ഞപ്പോ, യേശു മരിക്കുന്നത് എങ്ങനെ? പിതാവിനോട് ഉറച്ച നിലവിളിയോടെ, പിതാവേ എന്റെ പ്രാണനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന സമയം ദേശത്ത് വലിയ ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. 3-ാം മണി നേരം
അർദ്ധരാത്രിയുടെ അത്ര കൂരിരുട്ടുണ്ടായി. നീതിമാനായ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത് കാണുവാൻ പ്രപഞ്ചത്തിന് പോലും കഴിയാതെ പ്രപഞ്ചം കണ്ണടച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനെ ലോകം ദുഷിക്കുമ്പോൾ നോക്കി നിൽക്കുവാൻ ഈ ലോകത്തിൽ ആളുകൾ ഉണ്ടാകുമെങ്കിലോ എന്റെ കർത്താവ് ഇന്ന് പകൽ ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. നമ്മുടെ നിലവിളിക്ക് മറുപടി തരുന്നവൻ നമ്മുടെ ഇന്ന് പകൽ. ഇന്നലെ വൈകിട്ട് പരസ്യത്തിന്റെ കാര്യം തീരുമാനിക്കുമ്പോൾ ഒരു മഴ പെയ്തുകൊണ്ട് മാറ്റി വെക്കണമെന്ന് ചിന്തിച്ചു. ഞാൻ രാവിലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച നിനക്കുള്ളതല്ല, അടുത്ത ഞായറാഴ്ച പരസ്യം നടത്താൻ എന്താ ഉറപ്പ്? ഇന്ന് പകൽ ദൈവം വന്നിരിക്കുന്ന ആരോഗ്യത്തിന്റെ സമയത്തിന്റെ ഒരു ഭാഗം കർത്താവിന്റെ മഹത്വത്തിന് ചെലവിട്ടാൽ ദൈവം അത് കുറിച്ചു വയ്ക്കും. നാളെയുള്ളത് നമുക്കുള്ളതല്ല. ഇന്ന് പകൽ ധാരാളം നിലവിളികളുണ്ട്. 2 രാജാക്കന്മാരുടെ 4-ാം അധ്യായത്തിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ നിലവിളിക്കുന്നു, പ്രവാചകനോട്. പക്ഷെ അവരുടെ നിലവിളിക്ക് മറുപടി അഭിഷിക്തനിലൂടെ നൽകും. ആരൊക്കെ ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ദൈവം മറുപടി തന്നിട്ടുണ്ട്. ഇന്ന് പകൽ പാസ്റ്റർമാരോട് നിലവിളിക്കുന്ന നിർത്ത്, വിശ്വാസിയോട് നിലവിളിക്കുന്ന നിർത്ത്, മറ്റുള്ളവർ നിലവിളിക്കുന്ന നിർത്തിയിട്ട് കർത്താവിനോട് നിലവിളിക്കാൻ എല്ലാവർക്കും എഴുന്നേൽക്കാം. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ്, ഇന്നലകളിൽ ഞാൻ മനുഷ്യരോട് പറഞ്ഞ പല കാര്യങ്ങളും അതുകൊണ്ട് ഞാൻ നിന്ന് സഹിക്കേണ്ടി വന്നു. എനിക്ക് ഒരു മറുപടി ലഭിച്ചില്ല. ഇന്ന് പകൽ ദൈവത്തോട് നിലവിളിക്കുക, സകലതും മറന്ന് ദൈവത്തോട് നിലവിളിക്കുവാൻ എല്ലാ കണ്ണുകളും അടയട്ടെ. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകൾ അടച്ചോ. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ചേ. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ചേ. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു കുഞ്ഞുങ്ങൾ കണ്ണു തുറക്കണ്ട. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണടച്ചേ. ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തോട് നിലവിളിക്കാം. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കണ്ട. യേശു കർത്താവ് തന്നെ ക്രൂശിക്കുവാൻ തന്നെ പരിഹസിച്ച ഒരുവൻ, ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ അടുത്ത ക്രൂശിലുണ്ടെന്ന് നോക്കിയില്ല. തന്നെ ക്രൂശിക്കാൻ നേതൃത്വ കയ്യിലും കാലിലും പാണി നിറച്ച ആ പടയാളികൾ തന്നെ നിന്ദിച്ചടത്തുണ്ടെന്ന് നോക്കിയില്ല. ശതാധിപൻ പുറകിലുണ്ടെന്ന് നോക്കിയില്ല. യേശു ആരെയും നോക്കാതെ പിതാവിനോട് നിലവിളിച്ചു. ഇന്ന് പകൽ കർത്താവിനോട് നിലവിളിക്കുക എത്ര പേർ തയ്യാറാകുന്നു? ഓ ഹല്ലേലൂയ! ഹാബേലിന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമി നിലവിളിക്കുന്നു. കൂലിക്കാരന്റെ കൂലി ദൈവത്തോട് നിലവിളിക്കുന്നു. യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് നിലവിളിക്കുന്നു. ഇന്ന് പകൽ ഭൂതഗ്രസ്തൻ യേശുവിനോട് നിലവിളിക്കുമ്പോൾ പിന്നെ അവൻ നിലവിളിക്കേണ്ടി വന്നില്ല. നഷ്ടപ്പെട്ടതല്ല ദൈവം അവന് മടക്കി നൽകിയെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തയുണ്ടോ? ഇന്ന് പകൽ യേശുവിനോട് നിലവിളിക്കാൻ ആര് തയ്യാറാകുന്നു? അവർക്കത് മടക്കി കൊടുക്കാൻ ദൈവം ശക്തനാ. നിന്റെ ആരോഗ്യത്തെ മടക്കി തരുവാൻ, നഷ്ടപ്പെട്ട സമ്പത്ത് മടക്കി തരുവാൻ, ബിസിനസ് മേഖലകൾ മടക്കി തരുവാൻ, ഓ ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയെന്ന് നീ ചിന്തിക്കുന്ന തലമുറയെ മടക്കി തരുവാൻ എന്റെ കർത്താവ് സർവശക്തനാണ്. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന അനുഭവത്തെ മടക്കി തരുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. നഷ്ടപ്പെട്ടു പോയ ആത്മീക അനുഭവത്തെ മടക്കി തരുവാൻ എന്റെ കർത്താവ് സർവശക്തനാണ്. ആ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. ആ കർത്താവിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം ദൈവസഭ ഒരുമിച്ച് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തീരും. ആ ദൈവ മഹത്വം ശക്തിയോടെ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ അതരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയാ. ആ സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവം ഒരു മഹാവീരനെ പോലെ നമ്മുടെ നടുവിലുണ്ട്. അഗ്നി ജ്വാലക്കത്ത കണ്ണുകളോട് കൂടിയ എന്റെ കർത്താവ് ആലയത്തിനകത്ത് നടകൊള്ളുകയാ. ഓ ഓ ശിവകല്ലതരമ ചില നിലവിളിക്ക മറുപടി തരുക, ചില കണ്ണുനീരൊപ്പുക. എന്റെ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ കരം ചിലവേൽ വെളിപ്പെടുകയാ. ഓ റിമ നിന്റെ ജീവിതം അവസാനിച്ചു.
ലോകം പറയുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം. ദൈവം മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു. അടികളുടെ ഹൃദയമായി ഇടപെട്ടത് അനേക ഹൃദയങ്ങളെ തൊട്ടുണർത്തിയ ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറയുന്ന അപ്പാ, ഞങ്ങൾ മനുഷ്യരോട് പറയുന്നത് നിർത്തി കർത്താവിനോട് പറയുവാനുള്ള കൃപ നൽകി ഞങ്ങളെ മാനിക്കണം. ഒരിക്കലും ശാപഗ്രസ്തരായി തീരുവാൻ ഞങ്ങൾ അനുവദിക്കരുത്. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകും. കടന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവം കൃപ. ശാരീരികമായി ബലഹീനരായിരിക്കുന്ന എല്ലാവരെയും സൗഖ്യമാക്കുക. ഒരാഴ്ച വട്ടം അധ്വാനിപ്പാനുള്ള കൃപ അവർക്ക് നൽകുക. ഒരാഴ്ച ബിസിനസ് ചെയ്യാനുള്ള കൃപ അവർക്ക് നൽകുക. വാഹനങ്ങൾ ഓടിക്കാനുള്ള കൃപ നൽകുക. കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ കൂടിയിരിക്കണം. മടക്കയാത്രയിൽ കൂടിയിരിക്കണം. സന്തോഷത്തോടെ സ്വഭവനങ്ങളിലെത്തി സ്വസ്ഥമായി വിശ്രമിച്ച് നിർഭയ ഭവനങ്ങളിൽ നിർഭയം വസിച്ച് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കൂടി വരും വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയും. നടക്കുന്ന 2 പരസ്യങ്ങളിലും ദൈവത്തിന്റെ വലിയ കൃപ. അതിനുള്ള കൺവെൻഷൻ യോഗം ഏറ്റവും അനുഗ്രഹിക്കും. ആ ദേശത്തിന് അത് വിടുതലായി ഭവിപ്പാൻ കർത്താവ് സഹായിക്കും. ഈ പകൽക്കാലം ഞങ്ങളെ തന്നെ സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കും. പ്രാർത്ഥനകൾ കേൾക്കുന്ന പരിശുദ്ധ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും നാം എടുത്ത തീരുമാനത്തോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം. സമാധാനത്തോടെ പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.